ചേട്ടാ, കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ മാലേ മാതേശ്വർ കുന്നുകളിൽ 5 കടുവകളെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഇവ പോയിസൺഡാണ്, വിഷാംശമേറ്റാണ് മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ച ഫോറസ്റ്റ് സംഘം കണ്ടെത്തിയത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒരു പശുവിനെ കടുവ പിടിക്കുന്നു. തുടർന്ന് ഈ പശുവിൻ്റെ ഉടമസ്ഥനും 2 കൂട്ടാളികളും ചേർന്ന് ഈ കടുവയ്ക്ക് വെച്ച കെണിയാണ് ഈ വിഷം തേച്ച ഇറച്ചി വെച്ച് ഇവയെ കൊലപ്പെടുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കർണാടകയിൽ വളരെ സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. അതാണ് ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് കർണാടക തമിഴ്നാട് അതിർത്തിയിലെ എം എ ഹിൽസ് എന്ന് പറയുന്നത് പഴയ വീരപ്പൻ്റെ കോട്ടയാണ്. വീരപ്പൻ അടക്കി വാഴ്ന്നിരുന്ന ഒരു പ്രദേശമാണ് ഈ എം എ ഹിൽസ്. ധാരാളം വന്യജീവികൾ ഉള്ള ഒരു സ്ഥലമാണ് എം എ ഹിൽസ്. ഇഷ്ടംപോലെ വന്യജീവി സംഘങ്ങളുണ്ട്, വന്യജീവികൾ ധാരാളമായിട്ടുണ്ട്. അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ മനുഷ്യ വന്യജീവി സംഘർഷം സ്ഥിരമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ഈ എം എ ഹിൽസിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രാമപ്രദേശമുണ്ട്. അതിൻ്റെ പേരാണ് കൊപ്പം വില്ലേജ്. ആ വില്ലേജിൽ ഉള്ള താമസക്കാരുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് ഈ കന്നുകാലി വളർത്തലാണ്. അവർ കൂടുതലായി ആശ്രയിക്കുന്നതിനെയും ഈ കന്നുകാലി വളർത്തലും അതിൻ്റെ പാലിൻ്റെ ഉപയോഗവുമൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിതമാർഗം. അവിടെ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഞ്ചി എന്ന ഒരു പശു മരണപ്പെടുന്നത്. കഞ്ചി എന്ന് പറയുന്ന ഒരു പശുവിനെ കടുവ പിടിക്കുന്നു. കടുവ പിടിച്ച് ഇതിനെ ഈ എം എ ഹിൽസിലെ കാട്ടിലേക്ക്, ഇത് വലിയ വനമാണ്, ഈ വനമേഖലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇത് നിലവിൽ വന്യജീവി സങ്കേതമാണ്. കടുവാ സങ്കേതത്തിൻ്റെ പദവി ലഭിക്കാനിരിക്കുകയാണ് ഈ സ്ഥലത്തിന്. അതായത് എം എ ഹിൽസിനെ കടുവാ സങ്കേതമാക്കി മാറ്റാൻ ദേശീയ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പ്രാരംഭഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ പശുവിനെ ഈ കടുവ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ കടുവ ഒരു പെൺകടുവയാണ്. ഇതിന് 4 കുഞ്ഞുങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 2 വയസ്സോളം പ്രായം വരും. അമ്മക്കടുവയ്ക്ക് ഒരു 10 വയസ്സോളം പ്രായം വരും. ഇതിനുശേഷം ഇതിനെ കൊണ്ടുപോകുന്ന പശുവിനെ അത് ഉള്ളിലേക്ക് കൊണ്ടുപോയി പകുതിയോളം ഭക്ഷിച്ചു. അമ്മക്കടുവയും ഈ കുഞ്ഞുങ്ങളും കൂടി പകുതിയോളം ഭക്ഷിച്ച ശേഷം ഈ കടുവ വീണ്ടും അവിടെ നിന്നും പോയി. കടുവയുടെ ഒരു പ്രത്യേകത, അത് ഒരു മൃഗത്തെ ആക്രമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ബാക്കി കൂടി അത് കഴിക്കാൻ തയ്യാറാകും. അത് പിന്നെയും വന്ന് കഴിക്കാറുണ്ട്. ഇത് ഈ സ്ഥലവാസികൾക്ക് നന്നായി കടുവയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ കടുവ അധികം ദൂരേക്ക് പോയി വേട്ടയാടുന്ന കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ ദൂരേക്ക് പോയി വേട്ടയാടാൻ ആ കടുവ തയ്യാറാകത്തുമില്ല. അപ്പോൾ ആ ഏരിയയിൽ തന്നെ ഈ കടുവ ഉണ്ടാകും എന്ന് സ്ഥലവാസികൾക്ക് നന്നായി അറിയാം. അങ്ങനെ ഈ പശുവിനെ, കഞ്ചി എന്ന് പറയുന്ന പശുവിനെ കടുവ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ഇതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്ന കാര്യവുമൊക്കെ ഇതിൻ്റെ ഉടമയായിട്ടുള്ള മദരാജു എന്ന് പറയുന്ന കർഷകൻ അറിയുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ കടുവയോട് വല്ലാത്തൊരു വൈരാഗ്യം. കടുവ തൻ്റെ പശുവിനെ പിടിച്ചു കൊന്നു. താൻ വളരെ ഓമനിച്ച് വളർത്തുന്ന വളർത്തുമൃഗത്തെ ഒരു കടുവ കൊന്നിരിക്കുന്നു. ഇതാണ് ഇയാൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിരോധം. അല്ലാതെ തന്നെ അവിടെ ഇഷ്ടം പോലെ ആക്രമണങ്ങൾ നടക്കാറുണ്ട്. അത് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിലേക്കൊക്കെ പലപ്പോഴും പോകാറുണ്ട്. നമ്മുടെ വയനാട് പോലെ തന്നെ മിക്കപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഈ കടുവയെ തേടി ഇത് പോയിട്ട് ഇയാളുടെ സുഹൃത്തായിട്ടുള്ള നാഗരാജുവിനോട് തൻ്റെ രോഷം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ കടുവയോട് പ്രതികാരം ചെയ്യാൻ നാഗരാജു ഒപ്പം കൂടുന്നു. മൂന്നാമത് വരുന്ന ഒരാളാണ് കൊന്നപ്പ എന്ന് പറയുന്ന വേറൊരു കർഷകൻ. ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ 3 പേരും ചേർന്ന് കടുവയോട് പ്രതികാരം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നു. അങ്ങനെ ഇവർ ആദ്യം ശേഖരിക്കുന്നത് കീടനാശിനിയാണ്, കടുത്ത വിഷം. അത് ഇവർ തന്നെ ഗ്രാമപ്രദേശത്ത് നിന്നും വെളിയിൽ പോയി ഈ 3 അംഗ സംഘം വാങ്ങിക്കൊണ്ടുവന്ന ശേഷം ഇവർ ഈ ഉൾക്കാട്ടിലേക്ക് ഈ പശുവിൻ്റെ ജഡം തേടി പോകുന്നു. അങ്ങനെ ഉൾക്കാട്ടിൽ പോയി പശുവിൻ്റെ ജഡം, കഞ്ചി എന്ന് പറയുന്ന പശുവിൻ്റെ ഈ കടുവ ഭക്ഷിച്ച ശേഷമുള്ള ഭാഗം കണ്ടെത്തുകയാണ്. ഇത് കിടക്കുന്നത് എം എ ഹിൽസിലാണ്. ഇത് അവിടെ പോയി ഇവർ കണ്ടെത്തുകയും അതിനുശേഷം ഈ വിഷം ഈ മാംസത്തിൽ ചേർക്കുകയും പശുവിൻ്റെ മാംസത്തിൽ ഇത് ചേർക്കുകയും ചെയ്യും. തേച്ച് പിടിപ്പിച്ച് ഇവരവിടെ നിന്നും മടങ്ങിപ്പോരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കൃത്യമായി കടുവ എത്ര ദൂരം പോകും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഈ കടുവ പിറ്റേ ദിവസം അവിടെ തിരികെ എത്തിയ കടുവയും കുഞ്ഞുങ്ങളും ഈ ഇറച്ചി ഭക്ഷിക്കുകയും ചെയ്തു.
തുടർന്നാണ് 2 ദിവസങ്ങൾക്കപ്പുറം 3 ദിവസങ്ങൾക്കപ്പുറം ഈ കടുവയുടെയും കുഞ്ഞുങ്ങളുടെയും ബോഡി വനം വകുപ്പ് കണ്ടെത്തുന്നത്. ഇതൊരു പാറക്കെട്ടിൽ കിടക്കുകയാണ്. പാറക്കെട്ടിൽ കിടക്കുന്നു. ഈ കുഞ്ഞുങ്ങളും ഈ അമ്മക്കടുവയും എല്ലാം തന്നെ പാറക്കെട്ടിൽ ഇങ്ങനെ പല ഭാഗത്തായി കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ വനം വകുപ്പ് എത്തി. വനം വകുപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം തന്നെ ഇതിന് ആരോ വിഷം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സമീപത്ത് തന്നെ ഇത് ഭക്ഷിച്ച പശുവിൻ്റെ മാംസവും അവിടെ തന്നെ കിടപ്പുണ്ട്. ഏകദേശം ഒരു സമയം നോക്കുകയാണെങ്കിൽ പശുവിൻ്റെ മാംസവും പശു ചത്തതും കടുവ ചത്തതും എല്ലാം തന്നെ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്താണ്, ഏകദേശം ഒരേ സമയത്ത് ഇതിൻ്റെ ബോഡിയുടെ കാണുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. തുടർന്നാണ് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കടുവ സങ്കേതമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കടുവ സങ്കേതമാക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അവിടെ ലഭിക്കും, കൂടുതൽ കാര്യങ്ങൾ ലഭിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയധികം ഒരു കൂട്ടമായിട്ടുള്ള ഒരു കൂട്ടമായി കടുവകൾ ചാവുന്നു. അത് ഈ പറയുന്ന നടപടികളെ വൈകിപ്പിക്കുന്നതിന് കാരണമായി മാറും. ഈശ്വർ ഖന്ദ്രെ അവിടുത്തെ മിനിസ്റ്റർ, അദ്ദേഹം ആ സമയത്ത് തന്നെ ഈ വിഷയം അറിഞ്ഞ സമയത്ത് തന്നെ അവിടെ ഓടിയെത്തുകയും വനം വകുപ്പിനോട് ഇത് സംബന്ധിച്ചുള്ള കടുത്ത നടപടികൾ എന്താണോ നടപടി, ആരാണോ ഇതിൽ കുറ്റക്കാർ അവരെ കണ്ടെത്താനുമുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. ഇതിൽ ഇടപെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇവരോട് റിപ്പോർട്ട് തേടി, കർണാടകയോട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടുകയുണ്ടായി. അതുപോലെ തന്നെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇവരോട് റിപ്പോർട്ട് തേടി. ഈ 2 റിപ്പോർട്ടും തേടിയിരിക്കുന്നത് കർണാടക വനം മേധാവിയോടാണ്. കൂടുതൽ പ്രഷർ ദേശീയ തലത്തിൽ നിന്നും ഉണ്ടായി. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കടുവയെ കൊലപ്പെടുത്തുക എന്നൊക്കെയുള്ളത് വലിയ പ്രശ്നമാണ്. അത് ദേശീയ വനം പരിസ്ഥിതി മന്ത്രാലയമൊക്കെ ഇടപെടും, കടുവ സംരക്ഷണ അതോറിറ്റിയൊക്കെ ഇടപെടും. വലിയ കടുവയിൽ ഏത് മൃഗമാണെങ്കിലും അതെ പ്രത്യേകിച്ചും ഈ കടുവ എന്ന് പറഞ്ഞ വംശനാശ ഭീഷണി സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് അവർ റിപ്പോർട്ട് തേടി. ഇതവിടെ ഒരു വലിയ പ്രശ്നമായി മാറി. ഈ മാറിയ സമയത്ത് ഇത് സംബന്ധിച്ച് ഗ്രാമവാസികൾ ചിലരെയൊക്കെ വനം വകുപ്പ് പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന ഘട്ടമായപ്പോൾ മദരാജുവിനെതിരെ ഒരു പ്രതിഷേധം അവിടെ അരങ്ങേറി. കാരണം ഇയാളുടെ പശുവാണ് ചത്തിരിക്കുന്നത്, എന്നാൽ ഇയാൾ സ്ഥലത്ത് നിന്ന് മുങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇയാൾക്കെതിരെ ഒരു പ്രതിഷേധം അവിടെ കാര്യമായ സമയത്ത് ഈ മദരാജുവിൻ്റെ അച്ഛൻ ശിവണ്ണ പോയി ഈ കുറ്റം ഏറ്റെടുത്തു. അയാൾ പോയി വനം വകുപ്പിനോട് പോയി പറഞ്ഞു, ഞാനാണ് ഈ കടുവകൾക്ക് വിഷം നൽകിയതെന്ന്. മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ ഇയാൾക്ക് ഒറ്റയ്ക്ക് പോയി ഇത് ചെയ്യാൻ പറ്റില്ല. കാര്യം കൊടുങ്കാട്ടിൽ കിടക്കുന്ന ഒരു പശുവിൻ്റെ ബോഡി അതിൽ പോയി വിഷം ചേർക്കുക, അവിടെ നിന്ന് തിരിച്ചു വരിക, അതൊന്നും ഈ പ്രായത്തിൽ സാന്നിധ്യമുള്ള കാട് കൂടിയാണ്. കടുവ മാത്രമല്ല, ഒട്ടുമിക്ക വന്യജീവികളും ഉള്ളൊരു മേഖലയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇയാളെ പോലെ പ്രായമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് വനം വകുപ്പിന് മനസ്സിലായപ്പോൾ ഇയാളെ കാര്യമായി ചോദ്യം ചെയ്തു. പിതാവിനെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി മദരാജു വന്നു കീഴടങ്ങി. അയാളും പറയുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് കേൾക്കാൻ തയ്യാറായില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ പിടിച്ച് കാര്യമായുള്ള ചോദ്യം ചെയ്യൽ നടന്നപ്പോൾ കൂടെയുള്ള നാഗരാജു, കൊന്നപ്പ തുടങ്ങിയവരുടെ പേര് ഈ മദരാജു തന്നെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ 3 പേരെ പിടികൂടിയിരിക്കുന്നത്. ഈ 3 പേർ കൂടാതെ 3 പേരെ കൂടി ഇപ്പോൾ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെയും വനം വകുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. പോലീസ് കൂടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. കടുവയെ ഞാൻ പറഞ്ഞില്ലേ, കടുവ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വന്യമൃഗമാണ്. അപ്പോൾ കടുവയെ കൊല്ലുക എന്നുള്ളത് വളരെ സീരിയസ് ആയി എടുക്കും. ഇപ്പോൾ തന്നെ ഇവിടെയാണെങ്കിൽ പോലും നമ്മളിവിടെ ഒരു നരഭോജിയായി മാറുകയാണെങ്കിൽ അതിന് അനുമതി മേടിച്ചെടുക്കുക, അതിനെ കൊല്ലാൻ അനുമതി മേടിച്ചെടുക്കുക എന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ജില്ലയിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്, ഗരുഡ ബസ് വയനാട് ഹൈവേയിൽ വെച്ച് ഈ ഒരു പുള്ളിമാനെ ഇടിച്ച് വീഴ്ത്തി. അബദ്ധവശാൽ സംഭവിച്ചാണ്. പക്ഷേ ആ KSRTC ബസ് ഏറെക്കാലം വനം വകുപ്പ് പിടിച്ചു വെക്കുകയും ഒരു 13 ലക്ഷം രൂപ KSRTC അടച്ചതിന് ശേഷമാണ് ആ ബസ് തിരിച്ചു കൊടുക്കുകയും ചെയ്തത്. വന്യജീവികളെ ഡ്രൈവർക്കെതിരെ മറ്റേ വേട്ടയാടൽ വന്യജീവി വകുപ്പ് പ്രകാരം കേസെടുക്കാറുണ്ട്. ഇത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ വന്യജീവി വകുപ്പുകൾ ഇപ്പോൾ നമ്മുടെ മേഖലയിലൊക്കെ പലപ്പോഴും കേഴമാൻ വന്ന് മുന്നിൽ ചാടും. കേഴമാൻ വന്ന് മുന്നിൽ ചാടി കഴിഞ്ഞാൽ അതിനെ ചെന്നിടിച്ചാൽ വലിയ പ്രശ്നമാണ്, വലിയ മെനക്കേട് കേസാണ്. ഈ കഥ പറയുമ്പോൾ വേറൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ടൈഗർ ഹബീബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ടൈഗർ ഹബീബ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 21 വർഷമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. ഇയാൾ 21 വർഷം ഒളിവിൽ കഴിഞ്ഞ ശേഷം ഇയാളെ 2021 ജൂണിൽ അതിവിദഗ്ധമായി പോലീസ് പിടികൂടി. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദർബൻ വനപ്രദേശത്ത് കടന്നുകൂടുകയും അവിടെയുള്ള ഈ ബംഗാൾ കടുവകളുണ്ടല്ലോ, ബംഗാൾ കടുവകളിൽ 70 എണ്ണത്തിനെ കൊല്ലുകയും ചെയ്തു.
പല കാലഘട്ടങ്ങളിലായി ഇയാൾ കൊന്നുകൂട്ടിയത് 70 ബംഗാൾ കടുവകളെയാണ്. ഇയാൾ ഈ കടുവകളുടെ മാംസം, എല്ല്, തോല് എന്നിവ കരിഞ്ചന്തയിൽ വിൽക്കും. ഇത് എവിടെ വരെ കേസ് പോയെന്നറിയോ? ചൈന വരെ പോയി. ഇവിടെ നിന്നുള്ള കടുവകളുടെ തോലും അതുപോലെ തന്നെ കടുവകളുടെ മാംസവും എല്ലുമൊക്കെ ചൈനയിലെ വിപണിയിലെത്തിയെന്ന് നമുക്ക് രഹസ്യ വിവരം ലഭിച്ചു. രാജ്യമെമ്പാടും ചർച്ച ചെയ്ത കേസാണ് ടൈഗർ ഹബീബിൻ്റേത്. ടൈഗർ ഹബീബ് ഒരു തേൻ ശേഖരിക്കുന്ന ആളായിരുന്നു. വനപ്രദേശത്ത് നിന്നും തേൻ ശേഖരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒരു ദിവസം ഇയാളുടെ മുന്നിൽ ഒരു കടുവ വന്ന് ആക്രമിക്കാൻ വന്നു. ഈ ആക്രമിക്കാൻ വന്ന കടുവയെ ഇയാൾ തേൻ ശേഖരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ഒരു ഈ കത്താൾ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, കൊടുവാൾ, അതുകൊണ്ട് തന്നെ വെട്ടി കൊലപ്പെടുത്തി കളഞ്ഞു. കടുവയൊക്കെ അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും. അങ്ങനെ കീഴ്പ്പെടുത്തി. ടൈഗർ ഹബീബിൻ്റെ കഥ ഭയങ്കരമാണ്. ടൈഗർ ഹബീബിൻ്റെ ചരിത്രം ഭയങ്കര ദീർഘകാലം വനം വകുപ്പിൻ്റെ തലവേദനയായിരുന്നു ടൈഗർ ഹബീബ്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വനപ്രദേശത്തിന് അരികിലാണ് താമസിക്കുന്നത്. ഈ വനം വകുപ്പ് ഇയാളെ തേടി വരുമ്പോൾ ഇയാൾ കാട്ടിനുള്ളിലേക്ക് കടന്നു കളയും. കാടിനുള്ളിലെ എല്ലാ ഊടുവഴിയും ഈ ടൈഗർ ഹബീബിന് അറിയാം. അങ്ങനെ പോകവേ ഇയാൾക്ക് നാട്ടുകാരുടെ ഒരു വലിയ പിന്തുണയുണ്ടായി. അന്നത്തെ NDTVയോട് അബ്ദുൽ സലാം എന്ന് പറയുന്ന ഇയാളുടെ നാട്ടുകാരൻ പറഞ്ഞത്, ടൈഗർ ഹബീബിനോട് എനിക്ക് ആരാധനയാണെന്നാണ്. ഇത്രയും വലിയൊരു വന്യമൃഗത്തെ കീഴ്പ്പെടുത്തുന്ന ഒരാൾ ഒരു അതിമാനുഷ്യനാണ് എന്നുള്ളൊരു രീതി. അതായത് കാടിനുള്ളിൽ കടുവയെ വേട്ടയാടാൻ സാധിക്കുന്ന ഭീകരനാണ് ഒരു പുലിമുരുകൻ ടൈഗർ ഹബീബ് എന്ന് ഈ അബ്ദുൽ സലാം പറഞ്ഞു. അങ്ങനെ അബ്ദുൽ സലാം പറഞ്ഞപ്പോൾ എങ്ങനെ ഈ ചോദ്യങ്ങളുണ്ടായി, എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഭയവും ഒരു ആരാധനയാണെന്നാണ് അബ്ദുൽ സലീം എന്ന് ദേശീയ മാധ്യമമായ NDTVയോട് അന്ന് വിശദീകരിച്ചത്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ് ടൈഗർ ഹബീബിൻ്റെ കഥ. എനിക്കൊന്ന് ടൈഗർ ഹബീബിൻ്റെ കഥ പിന്നീട് പുസ്തകമൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വായിച്ചിട്ടില്ല, ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇയാൾ 2004 440 കടുവയുണ്ടായിരുന്ന ഒരു കാട്ടിൽ 2015 ആയപ്പോഴത്തേക്ക് 106 കടുവയായി. ഇതാണ് ടൈഗർ ഹബീബിനെ കുറിച്ച്. അതായത് കണക്ക് പ്രകാരം ഇയാൾ 70 കടുവകളെ വേട്ടയാടിയിട്ടുണ്ടെന്നാണ്. യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ മുകളിലാകാൻ സാധ്യതയുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇപ്പോൾ ഈ പറയുന്ന സുന്ദർബൻ കാടെന്ന് പറയുന്നത് ധാരാളം ഇതുണ്ടല്ലോ, ചോലയെന്ന് പറയില്ലല്ലോ, നമ്മുടെ ഈ കണ്ടൽക്കാടുകൾ ധാരാളമുള്ളൊരു മേഖലയാണ്. ഈ കണ്ടൽക്കാടുകളിൽ പതുങ്ങിയിരിക്കുന്ന ഹബീബ് കടുവയെ വേട്ടയാടും. മാംസം ഇട്ടുകൊടുത്ത് കടുവ വരുമ്പോൾ കടുവയിലേക്ക് ചാടിക്കയറി ആക്രമിക്കും എന്നായിരുന്നു. അങ്ങനെ അയാളുടെ കഥയിൽ ഇത് കേട്ടപ്പോൾ 5 കടുവകളെ കൊന്ന ആളുടെ കഥയെക്കുറിച്ച് വലിയ ചർച്ചയാകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ടൈഗർ ഹബീബിനെ കുറിച്ച് കൂടി പഠിക്കണം. ടൈഗർ ഹബീബിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടി പഠിക്കണം. കുപ്രസിദ്ധി ആർജിച്ച ഒരു വേട്ടക്കാരനായിരുന്നു, വനം കൊള്ളക്കാരനായിരുന്നു ടൈഗർ ഹബീബ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MA ഹിൽസ് എന്ന് പറയുന്നത് ഈ വീരപ്പൻ്റെ ഒരു വലിയ വിഹാര കേന്ദ്രമായിരുന്നു. വീരപ്പനെ ആശ്രയിച്ച് ജീവിച്ചവരാണ് ഈ ഗ്രാമവാസികൾ. ഈ ഗ്രാമവാസികൾ ഭൂരിഭാഗം പേരും വീരപ്പൻ്റെ ആശ്രിതരായിരുന്നു. ഇവരുടെ ദാരിദ്ര്യമൊക്കെ പരിഹരിക്കുന്നത് വീരപ്പനായിരുന്നു എന്നാണ് വീരപ്പനുണ്ടായി. അതെ. പക്ഷേ ഈ പറയുന്ന വന്യജീവികളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് പറയുന്ന കഥയല്ലാതെ, വനം വന്യജീവി സംഘർഷം കൂടുതലുള്ള പ്രദേശങ്ങളിൽ അവർക്ക് ആ ഒരു പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കൊടുക്കുന്നവർക്ക് ഒരു വീരപുരുഷനാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, ഈ ഗ്രാമത്തിലെ ആളുകളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി വനം വകുപ്പ് വിരട്ടി തുടങ്ങിയപ്പം ആളുകൾക്ക് പ്രശ്നമായി. കാര്യം തങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന് എന്തിന് അത് വനം വകുപ്പ് കൊണ്ടുപോയാൽ ഒരുപാട് സമയം അവർ കൈവച്ചേക്കും. അവർ പെട്ടെന്നൊന്നും വിടത്തുമില്ല. വനം വകുപ്പിൻ്റെ കേസുകളൊക്കെ വലിയ മെനക്കെട്ട കേസുകളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഈ വനം കോടതി പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ വനം കോടതിയിൽ പോയിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഇപ്പം മുൻകാലഘട്ടങ്ങളിൽ വേട്ടക്കാരെയൊക്കെ ഇവർ കൊണ്ടുപോയി നല്ല രീതിയിൽ ഇടിക്കുമായിരുന്നു. പിന്നീട് ഇവർ വേട്ട നടത്താൻ പോയിട്ട് നേരെ ചെറിയ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത പരുവത്തിലേക്ക് അവർ എത്തിച്ചു കളയുമായിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള കസ്റ്റഡിയിലുള്ള മർദ്ദനമൊക്കെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവർക്ക് എപ്പോഴും ക്യാമറ, എല്ലാ വനം മേഖലയിലും ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട ക്രൈം അങ്ങനെ പിടിക്കാറില്ല. അതിൽ ദേശീയ മാധ്യമങ്ങൾ, ഇത് ഞാനിപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, എനിക്ക് ഇപ്പോഴും അത് വലിയ രീതിയിൽ മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മുടെ മീഡിയ അതൊന്നും അങ്ങനെ കാര്യമായി ചർച്ച ചെയ്യുന്നില്ല. കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, 86ഓളം കടുവകൾ കർണാടകത്തിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ അതെ കമ്മീഷനൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് ബന്ദിപ്പൂരിലും ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു കടുവ മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് 5 ദിവസമായി തോന്നുന്നു ബന്ദിപ്പൂരിൽ ഒരു കടുവ മരണപ്പെട്ട് കിടന്നു. അത് ചത്തുപോയി. അപ്പോൾ അതിൻ്റെ ബോഡിക്ക് 10 ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നു. പക്ഷേ കടുവയുടെ പ്രായം 8 വയസ്സേ ഉള്ളൂ. 8 വയസ്സുള്ള ഒരു കടുവ എങ്ങനെ ചത്തു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി.